ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ബ്രോക്കറിന് കമ്മീഷൻ എങ്ങനെയാണ് ബില്ലിൽ ആഡ് ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് സെയിൽ പാനൽ ഓപ്പൺ ചെയ്യുക, F1. അതിനുശേഷം നമ്മൾ കസ്റ്റമറിന് സെലക്ട് ചെയ്തു, പ്രൊഡക്റ്റ് ആഡ് ചെയ്യുവാണ്. ഓക്കെ, അതിനുശേഷം പേയ്മെൻറ്റ് ഓപ്ഷനിൽ പോവുക. പേയ്മെൻറ്റ് ഓപ്ഷനാണ് ബ്രോക്കറിന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. പേയിൽ ക്ലിക്ക് ചെയ്യുക. ബിൽ സമ്മറി ഓപ്ഷൻ അവൈലബിൾ ആണ് ഇവിടെ. ബിൽ സമ്മറി സെലക്ട് ചെയ്യുക. അതിൽ ബ്രോക്കർ ഇൻഫർമേഷൻ, ബ്രോക്കറിന് സെലക്ട് ചെയ്യുക. ഇവിടെ ബ്രോക്കറിൻ്റെ നെയിം കൊടുക്കുക. വിത്ത് ടാക്സ് ആണോ എന്താണെന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ബ്രോക്കറിനെ ആഡ് ചെയ്തു. ബ്രോക്കറിന് 2% കമ്മീഷൻ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ദെൻ പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുക, ബില്ല് ചെയ്യുക. ഓക്കെ, ഇപ്പം ബില്ലായിട്ടുണ്ട്. ഇനി ബില്ലിൽ ബ്രോക്കറിനെ ആഡ് ചെയ്യണമെങ്കിൽ ബ്രോക്കറിനെ ആഡ് ചെയ്യാനും പറ്റും നമുക്ക്. അതിനുശേഷം ബ്രോക്കറുടെ എമൗണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ ബ്രോക്കർ ലെഡ്ജറാണ് ചെക്ക് ചെയ്യേണ്ടത്. റിപ്പോർട്ട്സിൽ പോവുക. ബ്രോക്കർ ലെഡ്ജർ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ ബ്രോക്കർ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ട് ഗെറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ബ്രോക്കേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ബ്രോക്കർക്ക് എത്രയാണ് ഇവിടെ കമ്മീഷൻ ഉള്ളത്, ആ കമ്മീഷൻ എമൗണ്ട് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബ്രോക്കറിനെ ചെക്ക് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.